രേണുകാസ്വാമി കൊലപാതകത്തിൽ ഇന്നലെ അറസ്റ്റിലായ കന്നഡ നടൻ ദർശന്റെയും മറ്റു പ്രതികളെയും ജൂൺ 17 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കർണാടകയിലെ പ്രശസ്ത നടി പവിത്ര ഗൌഡയെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്ഥിരമായി രേണുകാസ്വാമി അധിക്ഷേപിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി അഭിജിത്ത് ചേരുന്നു. അഭിജിത്ത്, ഇന്ന് ഈ വാർത്തയ്ക്ക് വന്ന ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ ദർശന്റെ ഭാര്യയുടെ അക്കൗണ്ടിനു താഴെ അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലിട്ട പോസ്റ്റിനു താഴെ അധിക്ഷേപിക്കുന്ന തരത്തിൽ കമന്റ് വന്നു. രേണുകാസ്വാമിയുടെ കമന്റ് ഇതാണ് ഈ പവിത്രയും ദർശനെയും പ്രകോപിപ്പിച്ചത് എന്ന തരത്തിലുള്ളൊരു കണ്ടെത്തൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉണ്ടാകുന്ന വാർത്തയുടെ ഡെവലപ്മെന്റ് എന്താ? ഇന്ന് വന്ന ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രതികളെയും ദർശനെയും മറ്റ് പ്രതികളെയും ജൂൺ 17 വരെ പോലീസ് കസ്റ്റഡിയിലേക്ക് ബാംഗ്ലൂർ മജിസ്ട്രേറ്റ് കോടതി വിട്ടിരിക്കുകയാണ്. കർണാടകയിലെ പ്രശസ്ത നടൻ ദർശനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികളെ ചോദ്യം ചെയ്ത് വന്നതിലൂടെയാണ് ദർശൻ്റെയും അതുപോലെ തന്നെ നടി പവിത്ര ഗൌഡയുടെയും പേരുകൾ പോലീസിന് ലഭിച്ചത്. അതിനെ തുടർന്നാണ് കർണാടക പോലീസ് ദർശനെയും നടി പവിത്ര ഗൌഡയും പോലീസ് അറസ്റ്റ് ചെയ്തത്. വിനിഷ. ശരി, അഭിജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. കർണാടകയിലെ രേണുകാസ്വാമി കൊലപാതകത്തിൽ ഇന്നലെ കസ്റ്റഡിയിലായ കന്നഡ നടൻ ദർശനെയും കൂട്ടാളികളെയും ജൂൺ 17 വരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നേരത്തെ ദർശനും പവിത്രയുമായി തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ദർശന്റെ ഭാര്യ വിജയലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിന് താഴെ രേണുകാസ്വാമി അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒരു മറുപടി പോസ്റ്റ് ഇട്ടു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഏറ്റവും ഒടുവിലായി പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ.